വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സാറ്റർഡേ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ജസ്റ്റ് ഇന്നത്തെ ഒരു ദിവസം വ്ളോഗ് ചെയ്യാനുള്ളത്. കുറേ നാളായി ലോങ് വീഡിയോ ഞാൻ ഇട്ടിട്ട്. കുഞ്ഞ് ഉള്ളതുകൊണ്ട് എല്ലാം കൂടി എനിക്ക് നടക്കാറില്ല. ഷോർട്സ് ഇച്ചിരി ഈസിയാണ് നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ട് കമ്പയർഡ് ടു ലോങ് വീഡിയോസ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഡിലേ ആയിപ്പോയത്. അപ്പോൾ ഒന്നുകൂടെ എല്ലാവർക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. മുഖം മൊത്തം അവള് മാന്തിയ പാടാട്ടോ. എന്തായാലും ഇവിടെ 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 എല്ലാം അവള് മാന്തിയ പാടാ. ഇനിയിപ്പോൾ അടുത്ത പരിപാടി ഇപ്പോൾ 7:45 കഴിഞ്ഞു. ഒരു 10 o'clock ആകുമ്പോൾ ഇഷുവിന് ഡോക്ടേഴ്സ് അപ്പോയിൻമെൻ്റ് ഉണ്ട്. അപ്പോൾ അതിന് പോകുന്നതിന് മുന്നേ അവൾക്ക് ഫുഡൊക്കെ കൊടുത്ത് എല്ലാം സെറ്റാക്കണം. പണ്ടൊക്കെ വീക്കെൻഡ് ആകുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് കിടന്നുറങ്ങി ലേറ്റായിട്ടായിരിക്കും എണീക്കുന്നത്. ഇപ്പം അങ്ങനെ കിടന്നുറങ്ങാനായിട്ട് ഒരു ഓപ്ഷനേ ഇല്ല. കാരണം അവൾ കറക്റ്റ് 7 മണിയാകുമ്പോഴത്തേക്കിനും എണീക്കും. രാവിലെ എണീറ്റ് താഴെ വന്നു കഴിഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ ബാൽക്കണിയിൽ പോയി കുറച്ച് നേരം വെയിലൊക്കെ കൊണ്ട് നമ്മുടെ കറിവേപ്പിലയും ചെടിയൊക്കെ ഒന്ന് നോക്കും കേട്ടോ. അധികം ചെടികളൊന്നും ഇല്ല. നമ്മൾ ആക്ച്വലി അവിടെ മേടിച്ച സ്റ്റാൻഡ് നിറച്ച് ചെടികളൊക്കെ വെച്ച് സെറ്റാക്കാൻ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ അപാര ചൂടാണ് ഇപ്പോൾ ഇവിടെ. അപ്പോൾ നമ്മൾ എന്ത് വാങ്ങിച്ചു വെച്ചാലും എല്ലാം കരിഞ്ഞ് ഉണങ്ങിപ്പോവും. അപ്പോൾ വെറുതെ എന്തിനാ നല്ല ഹെൽത്തി ആയിട്ട് കടയിലിരിക്കുന്ന ചെടി വീട്ടിൽ കൊണ്ടുവന്ന് കൊല്ലുന്നതെന്ന് വിചാരിച്ചിട്ട് പിന്നത്തേക്ക് മാറ്റി വെച്ചേക്കാണ് കേട്ടോ ആ ഒരു ടാസ്ക്. ഇപ്പോൾ മണി പ്ലാന്റും തുളസിയും പിന്നെ ഹൈഡ്രൻഷ്യ ക്രിസാന്തമം എന്ന് പറയുന്ന ഒരു ചെടി അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ കറിവേപ്പില കണ്ടില്ലേ, കറിവേപ്പില നന്നായിട്ട് വളർന്നിരിക്കുക. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്താ ഈ കുട്ടി കാണിക്കുന്നതെന്ന്. ആക്ച്വലി എൻ്റെ ട്രൈപോഡ് നമ്മൾ മൂവ് ചെയ്യുന്നതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങോട്ടോ. അപ്പോൾ ഞാൻ അത് ട്രൈ ചെയ്ത് നോക്കുമായിരുന്നു. പിന്നെ ആക്ച്വലി അധികം സമയമില്ല ഡോക്ടേഴ്സ് അപ്പോയിൻമെൻറ്റിന്. അതുകൊണ്ട് ക്യാരറ്റ് പ്യൂരി ഉണ്ടാക്കാനായിട്ട് ഇച്ചിരി ടൈം എടുക്കും. അതിന് പകരം എന്നാൽ റാഗി ജസ്റ്റ് കുറുക്കുണ്ടാക്കി കൊടുത്തിട്ട് പോകാമെന്ന് വെച്ചു. പിന്നെ പെട്ടെന്ന് തന്നെ കോഫി കുടിച്ച് നമ്മൾ റെഡിയായി. ഫസ്റ്റ് ഇവളുടെ ഡോക്ടേഴ്സ് അപ്പോയിൻമെൻറ്റ് ഉണ്ട്. അതിനുശേഷം നമ്മൾ ഗ്രോസറി ഷോപ്പിങ്ങിനാട്ടോ പോകുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എൻ്റെ ഫേവറേറ്റ് കടയായ കൊറിയൻ മാർക്കറ്റിലേക്കാണ് പോകുന്നത്, ലോട്ടെ മാർക്കറ്റ്. അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. കാരണം ഈ വ്ളോഗ് മൊത്തം ആ കടയും ആ കടയിലെ സാധനങ്ങളുമാണ്. അപ്പോൾ ഇതാ അങ്ങനെ കറക്റ്റ് ടൈമിൽ നമ്മൾ പീഡിയാട്രിക് ഹെൽത്ത് കെയറിൽ എത്തിയിട്ടുണ്ട്. ആക്ച്വലി ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ അവിടെ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല, ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. ആക്ച്വലി ഇവിടെ എന്ത് കാര്യത്തിനായാലും നമ്മൾ അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് വേണം പോകാനായിട്ട്. അല്ലെങ്കിൽ എമർജൻസി ആണെങ്കിൽ നമുക്ക് വോക്കിൻ ചെയ്യാം. പക്ഷേ അല്ലാതെ ഇങ്ങനെ ജനറൽ ആയിട്ടുള്ള കാര്യത്തിന് ജസ്റ്റ് ഇങ്ങനെ വോക്കിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അപ്പോയിൻമെൻറ്റ് ക്യാൻസലായിട്ട് ആ ഒരു ചാൻസ് നമുക്ക് കിട്ടുമോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷേ അങ്ങനെ വളരെ അപൂർവമാണ് വോക്കിനായിട്ട് ചെയ്താൽ കിട്ടുന്നത്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ നാട്ടിലൊക്കെ ഇപ്പോൾ ഡോക്ടർ ഇത്ര നേരം തൊട്ട് ഇത്ര നേരം വരെ എല്ലാ പേഷ്യൻസിനും നോക്കുമല്ലോ. ഇവിടെ അങ്ങനെയല്ല. പെർ ഡേ അവർക്ക് ഇത്ര ഫിക്സ്ഡ് അപ്പോയിൻമെൻ്റ് ഉണ്ട്. ഇപ്പോൾ 10 അപ്പോയിൻമെൻ്റ് ആണെങ്കിൽ ആ 10 അപ്പോയിൻമെൻറ്റ് മാത്രമേ ആ ഡോക്ടർ അറ്റൻഡ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസി കേസസ് ആയിരിക്കണം കേട്ടോ. ഡോക്ടേഴ്സ് അപ്പോയിൻമെൻറ്റ് മൊത്തത്തിലൊരു 15 മിനിറ്റ്സ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ നിന്ന് ഒരു 10 മിനിറ്റ്സ് ആണ് നമ്മുടെ മാർക്കറ്റിലേക്ക്. അപ്പോൾ ഇതാണ് കേട്ടോ ലോട്ടെ മാർക്കറ്റ്. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. വലിയ മാർക്കറ്റാണ്. അത് അകത്ത് കയറി നിങ്ങൾക്ക് എൻ്റയർ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. നമ്മൾ ആദ്യം തന്നെ കയറി ചെല്ലുന്ന സമയത്ത് കെ ബ്യൂട്ടിയുടെ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ. അവിടെ എല്ലാ കെ ബ്യൂട്ടി പ്രോഡക്ട്സും കിട്ടും. ലൈക്ക് സ്കിൻ കെയർ, മേക്കപ്പ്, പിന്നെ ഈ ഹലോ കിറ്റി തീമിലൊക്കെ വരുന്ന ക്യൂട്ടായിട്ടുള്ള അവരുടെ ഈ കുറേ സാധനങ്ങളുണ്ടല്ലോ, ക്യൂട്ട് സ്റ്റഫ്, അതെല്ലാം അവിടെ അവൈലബിൾ ആണ്. ഞാൻ പണ്ടിട്ടിരുന്ന ഒരു വീഡിയോയിൽ ഇതെല്ലാം കാണിച്ചിട്ടുണ്ട് കേട്ടോ. ആ ഷോപ്പിൻ്റെ മാത്രം വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് വന്ന് ഇവിടുന്ന് ഫേസ് മാസ്കും കാര്യങ്ങളൊക്കെ വാങ്ങി ട്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും പോകുന്നത് നമ്മൾ പ്രൊഡ്യൂസ് സെക്ഷനിലേക്കാണ്. ഇത് കണ്ടില്ലേ, ഇങ്ങനെ വിജനമായിട്ട് കിടക്കുകയാണ്. ഫസ്റ്റ് വരുന്ന ഫ്രൂട്ട് സെക്ഷനാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇപ്പുറത്തുനിന്ന് തുടങ്ങി അപ്പുറത്ത് എല്ലാ വെറൈറ്റി ഫ്രൂട്ട്സും ഇവിടെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഞാൻ പാസ് ചെയ്ത സമയത്താണ് റംബൂട്ടാൻ അവിടെ ഇരിക്കുന്നത് കണ്ടത്. അതെനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിങ്ങനെ കവറിലാക്കിയാണ് വെച്ചേക്കുന്നത് കേട്ടോ. ഞാൻ വളരെ കുറച്ച് തവണ ഈ റംബൂട്ടാൻ ട്രൈ ചെയ്തിട്ടുള്ളൂ നാട്ടിൽ വെച്ചിട്ട്. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. നോർമലി എനിക്ക് സപ്പോട്ട, ലിച്ചി അതൊന്നും വലിയ ഇഷ്ടമില്ലാത്ത. ലിച്ചി ഓൾമോസ്റ്റ് ഇങ്ങനെയാണെന്ന് പറയുന്ന ടേസ്റ്റ്, എന്നാലും എനിക്ക് ഡിഫറൻസ് തോന്നാറുണ്ട്. എനിക്ക് റംബൂട്ടാനാണ് കേട്ടോ ഇഷ്ടം. ഈ ഒരു സംഭവം ഉണ്ടല്ലോ, മാംഗോസ്റ്റീൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് ആക്ച്വലി ഒരുപാട് വീഡിയോയിൽ ഞാൻ കണ്ടു, അപാര ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ട്രൈ ചെയ്യാൻ മേടിക്കണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷനായിരുന്നു. കാരണം ഞാൻ 2-3 ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ടായിരുന്നു. വെറുതെ എല്ലാം കൂടെ വാങ്ങിച്ചിട്ട് ഇനി ഇത് ഇഷ്ടപ്പെട്ടില്ലല്ലോ എന്ന് വെച്ച് തിരിച്ചു വെച്ചു. പക്ഷേ എന്തെങ്കിലും ഒരു തവണ ട്രൈ ചെയ്യണം കേട്ടോ. ഇത് പ്ലമ്മാണ്. ഇവിടെ ഇല്ലാത്ത വെറൈറ്റി ഫ്രൂട്ട്സ് ഇല്ല കേട്ടോ. ഇവിടെ അമേരിക്കൻ വേറെ കടകളിലൊക്കെ ഞാൻ ഇവിടുത്തെ പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു കൊറിയൻ മാർക്കറ്റിലെ അത്രയും ഓപ്ഷൻസ് ഞാൻ വേറെ എവിടെയും കണ്ടില്ലേ. ചക്ക, ലൈക്ക് പപ്പായ, ആവക്കാഡോ തന്നെ വെറൈറ്റി എല്ലാം ഉണ്ട്. ആൻഡ് എല്ലാം നല്ല
അത്യാവശ്യം വലുപ്പവും നല്ല ഫ്രഷായിട്ട് തോന്നും കേട്ടോ. ഇതിപ്പോൾ വെജിറ്റബിൾസ് ആയാലും ഫ്രൂട്ട്സ് ആയാലും അത് അവർ പാക്ക് ചെയ്ത് വെച്ച് അറേഞ്ച് ചെയ്ത് വെക്കുന്നതിൻ്റെ രീതിയാണോ അറിയത്തില്ല, കാണുമ്പോഴേ ഭയങ്കര ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. ഇഷൂട്ടൻ നല്ല സുഖ ഉറക്കമാണ്, അവൾ ഉറങ്ങുന്ന ടൈമാണ് കേട്ടോ ഈ സമയം, അതുകൊണ്ട് തന്നെ നല്ല ഉറക്കമായിരുന്നു. ഇവിടെ ഉണ്ടോ കിട്ടാത്ത സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. തേങ്ങ പൊതിച്ചത്, തേങ്ങ പൊതിക്കാത്തത്, എല്ലാ ടൈപ്പ് ഐറ്റംസും ഉണ്ട്. അതായത് ഒരു ഇന്ത്യൻ സ്റ്റോറിൽ പോയി വാങ്ങേണ്ട സാധനങ്ങൾ പോലും എല്ലാം ഇവിടെയുണ്ട്. ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ക്യാബേജ് ഉണ്ടല്ലോ, പേർപ്പിൾ ക്യാബേജ്, ഇത് നമ്മളുടെ ഫേവറേറ്റ് ആണ് കേട്ടോ. നിങ്ങൾ എവിടെയെങ്കിലും ഈ ഒരു പർപ്പിൾ കളർ ക്യാബേജ് കാണുകയാണെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇത് വെറുതെ സാലഡ് പോലെ കഴിക്കുന്നതിനെക്കാട്ടിലും എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയത് നമ്മുടെ നാടൻ രീതിയിൽ തോരൻ വെക്കുമല്ലോ, അത് ഭയങ്കര ടേസ്റ്റാണ്. നമ്മുടെ നോർമൽ ക്യാബേജിൻ്റെ ടേസ്റ്റ് അല്ല കേട്ടോ, അതായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റില്ല. പിന്നെ കണ്ടില്ലേ താഴെ ഇങ്ങനെ തേങ്ങയൊക്കെ പൊതിച്ചിട്ടേക്കുന്നത്, നമ്മൾ കണി വെക്കാനൊക്കെ നേരത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ സാധനവും കിട്ടും കേട്ടോ. ഏത്തപ്പഴം ഇവിടുന്ന് വാങ്ങിക്കുമ്പോൾ നല്ലതാണ്, കാരണം കനം കുറഞ്ഞ് നല്ല പഴുത്തിട്ടാണ് ഉണ്ടാവാറുള്ളത്. ഇനി ഇതെല്ലാം ഇല സെക്ഷനാണ് കേട്ടോ, കണ്ടില്ലേ എല്ലാം നല്ല ഫ്രഷായിട്ട് കൊണ്ടിങ്ങനെ വെച്ചിരിക്കുകയാണ്. ഈവൻ ഈ ഒരു സെഷനിലാണെങ്കിൽ പോലും പച്ചമുളകും കാര്യങ്ങളും എല്ലാം ഉണ്ട്, എല്ലാം നല്ല കവർ ചെയ്ത് നല്ല വൃത്തിക്കാണ് വെച്ചിരിക്കുന്നത്, ഭയങ്കര ഫ്രഷായിട്ട് തോന്നും. ഈവൻ വാഴക്കൂമ്പ് വരെ ഉണ്ട് കണ്ടോ, ഞാനവിടെ കാണിക്കുന്നുണ്ട് ക്ലോസപ്പിൽ. അങ്ങനെ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇവിടെ വന്നു കഴിഞ്ഞാൽ വെറുതെ അച്ഛനും അമ്മയും വന്ന സമയത്ത് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവരെ. അപ്പോൾ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സ്ഥലമാണ് ഈ കൊറിയൻ മാർക്കറ്റ്, കാരണം സമയം പോകുന്നത് അറിയത്തേയില്ല. അങ്ങനെ ഞാൻ നോക്കി വന്നപ്പോഴാണ് ചക്ക ഇരിക്കുന്നുണ്ട്. ചക്ക അവിടെ ഫുൾ ചക്കയുണ്ട്, പക്ഷേ അത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി വെട്ടുന്ന നോക്കാൻ മെനക്കെട്ട പരിപാടിയാണ്. ഇതിങ്ങനെ കട്ട് പീസാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഭയങ്കര മണം, ഭയങ്കര ടെംപ്റ്റിംഗ് ആയിട്ടുള്ള മണം. എന്താ അതിന് ഓറഞ്ച് നിറത്തിലാണ് കേട്ടോ ഇരിക്കുന്നത്. പക്ഷേ എന്നാലും നമ്മൾ എടുത്തില്ല, കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ കുറേ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മണത്ത് സമാധാനിച്ച് തിരിച്ചു വെച്ചു, നെക്സ്റ്റ് തവണ വരുമ്പോൾ വാങ്ങിക്കാമെന്ന് വെച്ചു. ഇതിനായിട്ട് നമ്മൾക്ക് നമ്മളെ തന്നെ അറിയാം, കാരണം ഇതെല്ലാം കൂടെ വാങ്ങിച്ചുകൊണ്ട് പോയി കഴിയുമ്പോൾ ആദ്യത്തെ ഇൻട്രസ്റ്റ് ഉള്ളൂ, പിന്നെ ഇൻട്രസ്റ്റ് കുറയും, പിന്നെ അത് അവിടെ ഇരുന്നെല്ലാം അളിഞ്ഞു പോത്തതേ ഉള്ളൂ. നമ്മൾ മലയാളികൾ യൂസ് ചെയ്യുന്നതനുസരിച്ചുള്ള പച്ചക്കറികളും കാര്യങ്ങളൊന്നും ഇവിടെ കിട്ടുമെന്ന് എനിക്ക് പണ്ട് യാതൊരു ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ. ആദ്യം ഞാൻ ഇവിടെ വന്നപ്പോൾ ഈ കൊറിയൻ മാർക്കറ്റിൽ വരുന്നു, കൊറിയൻ ഐറ്റംസ് ട്രൈ ചെയ്യാമെന്നൊക്കെ പറഞ്ഞാണ് വന്നത്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായത് നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. പടവലങ്ങ, ചേന, ചേമ്പ്, വാഴക്കൂമ്പ്, ചക്ക, കപ്പ എന്ന് വേണ്ട എല്ലാ ഐറ്റംസും. ആകെ കറി ലീവ്സ്, നമ്മുടെ കറിവേപ്പില മാത്രമേ ഉള്ളൂ വല്ലപ്പോഴുമായിട്ട് കാണുന്നത്. ബാക്കി എല്ലാ സാധനങ്ങളും നമുക്ക് നാട്ടിൽ കിട്ടുന്നത് ഇവിടെ കിട്ടും കേട്ടോ. ഈവൻ ഇവിടുത്തെ മലയാളി സ്റ്റോറിൽ പോലും കാണാത്ത സാധനങ്ങൾ, കിട്ടാത്ത സാധനങ്ങൾ ഇവിടെ കിട്ടും. കണ്ടില്ലേ നമ്മുടെ ചെറിയുള്ളി, അതും മറ്റേ ചെറിയ ടൈപ്പും മീഡിയം സൈസ് വരുന്ന ടൈപ്പും അതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇതൊന്നും അമേരിക്കൻ കടയിൽ പോയാൽ നമുക്ക് കിട്ടില്ല. സോ നമ്മുടെ ഐറ്റംസൊക്കെ വാങ്ങാനായിട്ട് ഏതെങ്കിലും ഇന്ത്യൻ സ്റ്റോറിലാണ് പോകാറുള്ളത്. അപ്പോൾ ഇന്ത്യൻ സ്റ്റോർ എന്ന് പറയുമ്പോൾ എല്ലാം നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ എല്ലാം ഉണ്ട്. അത്യാവശ്യം മലയാളി സ്റ്റോർ ഉണ്ട് ഇവിടെ അടുത്തൊരെണ്ണം. അവിടെ ചെന്നാൽ നമ്മുടെ മലയാളികളുടെ ഐറ്റംസാണ് കൂടുതലുണ്ടാവുക. പക്ഷേ ഇവിടെ എല്ലാ സാധനവും കിട്ടും കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇഷ്യൂ എണ്ണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ എണ്ണീറ്റിൻ്റെ ഒരു മ്ലാനതയിലാണ് ഇരിക്കുന്നത്. പക്ഷേ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ കടയിൽ പോയി ഇങ്ങനെ അവളെ കൊണ്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത്, കാരണം ലൈറ്റ്സും പിന്നെ ആളുകളും, കാരണം അപ്പോഴല്ലേ ആളുകളെ കാണുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ അടുത്ത നെയ്ബേഴ്സിനൊക്കെ എപ്പോഴും കാണുകയും വഴിയിലുള്ള ആളുകളെ കാണുകയും ഒക്കെ അങ്ങനെയില്ലേ. ഇവിടെ അങ്ങനെ അല്ലല്ലോ. ഇവിടുത്തെ ഒരു രീതി അനുസരിച്ച് നമ്മൾ വീട്ടിലാണ്, വീടിൻ്റെ അകത്ത് എപ്പോഴും ഞങ്ങൾ രണ്ടിനല്ലേ കാണുന്നുള്ളൂ. പിന്നെ നെയ്ബേഴ്സിനെ ഒന്നും അങ്ങനെ കാണുന്ന എടുക്കുന്നൊന്നുമില്ല. അപ്പോൾ അവൾക്ക് കൂടുതലും ആളുകളായിട്ടൊക്കെ ഇൻട്രാക്ഷൻ വരുന്നത് ഇതുപോലെ എല്ലാ വീക്കെൻഡും നമ്മൾ പുറത്ത് ഗ്രോസറി ഷോപ്പിങ്ങിനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പോകുമ്പോഴാണ്. പിന്നെ ഈ ഒരു സെക്ഷൻ മൊത്തം ഉണക്കമീനും പിന്നെ ഫ്രീസ് ചെയ്തിട്ടുള്ള മീൻ കാര്യങ്ങൾ, മീനിൻ്റെ ഒക്കെ പല പാർട്സ്, പല രീതിയിലുള്ള സ്നെയില്, നമ്മുടെ ഒച്ചില്ലേ അതുവരെ ഉണ്ട് ഇവിടെ. ഒരു തവണ എനിക്കൊരു അബദ്ധം പറ്റി കേട്ടോ. ഞാൻ ഈ ചൈനീസ് കടയിൽ ചെന്നതിന് ശേഷം ഇതുപോലെ ഫ്രീസ് ചെയ്തേക്കുന്ന കണ്ടിട്ട് ഞാൻ എന്ത് ചെയ്തു, കക്കാറച്ചി എന്ന് പറഞ്ഞ് എടുത്തിട്ട് വന്നു കേട്ടോ. ഞാൻ കാണുമ്പോൾ ഏകദേശം അതുപോലെ ഇരിക്കുന്നു. അവസാനം ബില്ല് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഞാൻ വെറുതെ ഇങ്ങനെ നോക്കിയപ്പോഴേ അത് സ്നെയിൽ എഴുതിയിരിക്കുന്നത്. അപ്പോഴാണ് വെച്ചാൽ ദൈവമേ ഒച്ചാണല്ലോ തിരിച്ചു വെച്ചപ്പോൾ. ആക്ച്വലി ഞാൻ ഈ കാണിക്കുന്ന ആ ഉണക്കമീൻ്റെ സെഷനൊക്കെ ഞാൻ അധികം ഒന്നും കാണിച്ചില്ല കേട്ടോ. ഒരുപാട് എത്രയെന്ന് വെച്ചാൽ കാണിക്കാമെന്ന് വെച്ചു. അതുപോലെ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ, എല്ലാ ടൈപ്പ് മീനും. പിന്നെ ഇത് അവരുടെ ഈ റൈസ് കേക്ക് ടൈപ്പാണ് കേട്ടോ. എപ്പോഴും ഞാൻ വിചാരിച്ചു ട്രൈ ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഇതുവരെ ഞാൻ ട്രൈ ചെയ്യാൻ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. കണ്ടാൽ ക്യൂട്ടായിട്ടൊക്കെ തോന്നുമെങ്കിലും ഇഷ്ടപ്പെടുമോ എന്നുള്ളത് വളരെ ഡൗട്ട്ഫുള്ളാണ്. അതുകൊണ്ട് ഞാനത് ട്രൈ ചെയ്യാനായിട്ട് എടുത്തില്ല.
പിന്നെ വരുന്നതെല്ലാം കിംചി സെഷനാണ് കേട്ടോ. കിംചി മിക്കവർക്കും അറിയാം, അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. കൊറിയൻ പിക്കിളാണ് ആക്ച്വലി. നമ്മുടെ അച്ചാറൊക്കെ പോലെ തന്നെ അവർ ഫെർമെൻറ്റ് ചെയ്തിട്ടാണെന്ന് തോന്നുന്നു ഉണ്ടാക്കുന്നത്. ഞാൻ ഇങ്ങനെ റാൻഡമായിട്ട് കൊറിയൻ റെസ്റ്റോറൻറ്റിൽ പോയി കിംചി ഫ്ലേവേർഡ് സാധനങ്ങൾ കഴിച്ചിട്ടുള്ളതല്ലാതെ കിംചി ആയിട്ട് അങ്ങനെ ടേസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് അത് തന്നെ വലിയ ഇൻട്രസ്റ്റ് തോന്നിയിട്ടില്ല. ബട്ട് ഞാൻ ഒരുപാട് പേര് കിംചി ഫാൻസാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പിന്നെ നമ്മളത് കഴിഞ്ഞ് അതും ഒരുപാടുണ്ട് കേട്ടോ. ഒന്നൊന്നുമല്ല, അവർ ക്യാബേജാണ് നോർമലി ഫേമസ് ആയിട്ടുള്ള കിംചി. പക്ഷെ അല്ലാതെ എല്ലാ ഡിഫറെൻറ്റ് സാധനങ്ങളും ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിനും ഫ്രഷ് ഫിഷ്, ലോബ്സ്റ്റർ, ക്രാബ് അതൊക്കെ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ. ഇത്രയും വെറൈറ്റി ഓപ്ഷൻസ് നമ്മുടെ അടുത്ത് ഫിഷ് വേറെ എവിടെയും കിട്ടത്തില്ല. പിന്നെ അവർ കട്ട് ചെയ്തുകൂടെ തരും കേട്ടോ. പല ടൈപ്പ് കട്ട്സ് ഉണ്ട്, അതവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഏത് ടൈപ്പ് കട്ടാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. മിക്കപ്പോഴും ഇവിടെ വരുമ്പോൾ വാങ്ങിക്കാറുള്ളത് കിളിമീൻ വാങ്ങിച്ചിട്ടുണ്ട് 1-2 തവണ. പക്ഷേ എപ്പോഴും വാങ്ങിക്കുന്നത് നമ്മുടെ പ്രോംഫെറ്റ് ഇല്ലേ, ആവോലി, അതാണ് കേട്ടോ. എനിക്ക് ആവോലി ഭയങ്കര ഇഷ്ടമാണ്. അത് എപ്പോഴും ഒന്നും കിട്ടത്തില്ലല്ലോ. അപ്പോൾ നമ്മുടെ അടുത്ത് വേറെ എവിടെയും അത് കിട്ടാറില്ല, ഇവിടെ മാത്രമാണ്. അപ്പോൾ നമ്മളിവിടെ വരുന്ന ടൈമിലൊക്കെ ഇങ്ങനെ വാങ്ങിക്കാറുണ്ട്. ഇന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, കൂട്ടത്തിൽ കുറച്ച് കൊഞ്ചും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വരുന്നത് മീറ്റ് സെക്ഷനാണ് കേട്ടോ. അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം കുറേ ഉണ്ട്. അതായത് എല്ലാ പാർട്സും, മൂക്ക്, നാക്ക് തൊട്ട് എല്ലാ സാധനങ്ങളും, അത് പിഗ് ആണെങ്കിലും ബീഫാണെങ്കിലും ചിക്കൻ ആണെങ്കിലും എല്ലാത്തിൻ്റെയും ഡിഫറെൻറ്റ് പാർട്സ് അവിടെ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 അയൽ സെക്ഷൻസ് മൊത്തം ഇന്ത്യൻ സാധനങ്ങളാണ് കേട്ടോ. ഇന്ത്യൻ മസാല, ഇന്ത്യൻ ഫ്രോസൺ ഫുഡ്, അതുപോലെ നമ്മുടെ ഡാല്, കടല, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ട്. ഉള്ളത് നമ്മളെപ്പോൾ വന്നാലും ചെക്ക് ചെയ്യാൻ ഒരിക്കലും വിട്ടുപോകാത്തൊരു സെഷനാണ് നൂഡിൽസിൻ്റെത്. ഇതിൽ എന്തുമാത്രം വെറൈറ്റി ആണെന്ന് അറിയാം, പല ടൈപ്പ് ഉണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ ട്രൈ ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് അത് സെയിം വാങ്ങിക്കാതെ വേറൊരെണ്ണം നമുക്ക് സെലക്ട് ചെയ്ത് ട്രൈ ചെയ്യാൻ നോക്കാമെന്ന് വെച്ചു. അവിടെ ചിലപ്പോൾ ഫുള്ളി കൺഫ്യൂഷൻ ആവും കേട്ടോ, അത്രയ്ക്കും വെറൈറ്റി സാധനങ്ങളുണ്ട്. അവസാനം എന്താ ഈ ഒരു സംഭവമാണ് നമ്മൾ വാങ്ങിച്ചത്. പിന്നെ വേറൊരെണ്ണം കൂടെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും മീനും പിന്നെ നമുക്ക് ആവശ്യം വേണ്ട സാധനങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ടേക്ക് പോയപ്പോൾ ഈ ഒരു ക്യൂട്ട് ക്ലിപ്പ് കണ്ട് ഞാനപ്പോൾ ഈശ്വരനെ അത് എടുത്തു കേട്ടോ. പിന്നെ ഇതാ കണ്ടില്ലേ, ഞാൻ നമ്മുടെ അച്ചപ്പോലല്ലോ നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പിഴിയുന്ന സാധനം കണ്ടു. അത് തന്നെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇതാ ലാസ്റ്റ് സെഷനിലോട്ട് പോയപ്പോഴത്തേക്കിനും വിളക്ക് കത്തിക്കുന്ന സാധനങ്ങളും ഈവൻ ഗണപതി വിഗ്രഹവും ദേവിയുടെ ഫോട്ടോസും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അത് ഞാൻ ശരിക്കും സർപ്രൈസ്ഡ് ആയി, കാരണം ഇത് കൊറിയൻ മാർക്കറ്റാണല്ലോ, ഒരു കൊറിയൻ കടയാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെ ഇന്ത്യൻസ് കൂടുതൽ വരുന്നത് കൊണ്ടാവാം അവരങ്ങനെ ചെയ്തത്. കൂട്ടത്തിൽ കണ്ടില്ലേ, നമ്മുടെ ഇഡലി തട്ടം വരെ ഞാൻ അവിടെ കണ്ടു കേട്ടോ. പിന്നെ ഈ കൊറിയൻ മാർക്കറ്റിൽ ഇഷ്ടം പോലെ കാണുന്നൊരു സാധനം കേട്ടോ ഈ ഫേസ് മാസ്ക്. പല തരത്തിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുള്ളത്, ടീയുടേത്, ഈവൻ ഫ്രൂട്ട്സിൻ്റെത്, അങ്ങനെ പല ടൈപ്പ് ഉണ്ട്. സ്നെയിൽ മ്യൂസിൻ്റെതുണ്ട്. ഇതിങ്ങനെ ബൾക്കായിട്ട് 10 എണ്ണമായിട്ടും കിട്ടും, അല്ലാതെ സിംഗിളായിട്ടും കിട്ടും. ഞാൻ ഇടയ്ക്കൊക്കെ ഇത് ട്രൈ ചെയ്യാറുണ്ട്. പക്ഷേ എപ്പോൾ വാങ്ങിച്ചാലും മിക്കപ്പോഴും മറന്നു വരെ പോകും. അങ്ങനെ കൃത്യമായിട്ട് അങ്ങനെ സ്കിൻ കെയർ ഒന്നും എസ്പെഷ്യലി ഈ ടൈമിൽ എനിക്ക് ചെയ്യാൻ പറ്റാറില്ല. അതുകൊണ്ട് ഇത്തവണ ഞാനൊന്നും എടുത്തില്ല. പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ ബില്ല് ചെയ്തു. ഇഷുവാണ് അവളുടെ തലയിലിടുന്ന ബാൻഡൊക്കെ 2 പാർട്ടാക്കിയിട്ടുണ്ടായിരുന്നു. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ആ സൈഡിൽ നമ്മുടെ ആട്ട, അരി, അങ്ങനത്തെ എല്ലാ സെഷനും വെച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവരുടെ ഐറ്റംസ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യൻ ഐറ്റംസാണ്. പിന്നെ കടയുടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതുപോലൊരു ഫോട്ടോ ബൂത്ത് ഉണ്ട് കേട്ടോ. ഈ കൊറിയൻ ടൈപ്പ് പിക്സ് ഇങ്ങനെ ക്യൂട്ട് സാധനങ്ങൾ, ഇങ്ങനെ ഹെയർ ആക്സസറീസ് ഒക്കെ വെച്ചെടുക്കാനായിട്ട് അവിടെ നമ്മൾ കാശിട്ടതിന് ശേഷമാണ് കേട്ടോ ഫോട്ടോ എടുക്കുന്നത്. മെഷീനിൽ അവിടെ ഒന്നും ആരുമില്ല, നമ്മൾ തന്നെ സെൽഫായിട്ട് ചെയ്യേണ്ട സംഭവങ്ങളാണ്. പിന്നെ പുറത്ത് ഇറങ്ങി വന്നപ്പോഴത്തേക്കിനും കരിമ്പിൻ ജ്യൂസ് ഉണ്ടായിരുന്നു. അവർ നല്ല ലൈവായിട്ട് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുകയാണ് കേട്ടോ. എന്നോട് ആദ്യം വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വലിയ കാര്യത്തിൽ പറഞ്ഞു, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. ഈവൻ അത് ബോട്ടിൽ കണ്ടപ്പോൾ പോലും എനിക്ക് കുടിക്കാൻ തോന്നിയില്ല. പക്ഷേ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ കുടിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിലും അങ്ങനെ എനിക്ക് ഞാൻ വേണ്ടെന്ന് പറയുന്നോ അത് എനിക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി കഴിയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ ഞാൻ തന്നെ ആയിരിക്കും അത് പകുതിയും കുടിക്കുന്നത്. അപ്പോൾ അപ്പോഴേക്കും ഏകദേശം ഇഷുവിന് പാൽ കുടിക്കുന്ന ടൈമായിട്ടുണ്ടായിരുന്നു. അവൾ പിന്നെ കറക്റ്റ് ടൈമിൽ തന്നെ ബഹളം വെക്കും, അവളുടെ മൂഡ് പോവും ആ സമയത്ത് വിശപ്പായി കഴിയുമ്പോൾ. അപ്പോൾ വേഗം തന്നെ ഞാൻ വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചു. ഈ ഒരു സാധനം ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് വെള്ളം ചൂടാക്കാനായിട്ട്. അത് 27 ആയിട്ടുള്ളൂ, അതൊരു 40 ആവണം. ചൂടാവണമെങ്കിൽ പെട്ടെന്നാവാറുള്ളതാണ്. പക്ഷേ ഇന്ന് നമ്മൾ നല്ല തണുത്ത വെള്ളമാണ് ഒഴിച്ചത്, അതുകൊണ്ട് തന്നെ കുറച്ചേറെ ടൈം എടുത്തു. അപ്പോൾ അതുവരെ ഞാൻ അവളെ ഇങ്ങനെ മൂഡ് പോവാതിരിക്കാൻ എൻ്റർടൈൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ പാലൊക്കെ കൊടുത്തു കഴിഞ്ഞു. പാൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൾ
പെട്ടെന്നാണ് കേട്ടോ ഉറങ്ങുന്നത്. അതിനുശേഷം നമ്മൾ ഒരു മെഡിറ്ററേനിയൻ കടയിൽ നിർത്തിയിട്ട് ഈ ഒരു സാധനം വെച്ചു കേട്ടോ. ഇത് മെഡിറ്ററേനിയൻ പേസ്റ്റ് എന്താണെന്ന് എനിക്കറിയത്തില്ല ഇതിന് പറയുന്നത്. ഒരു ബ്രെഡാണ്. ആ ബ്രെഡിനകത്ത് അവരിങ്ങനെ മിൻസ്ഡ് ആയിട്ടുള്ള ബീഫും ടൊമാറ്റോയൊക്കെ വെച്ചിട്ടുള്ളൊരു പേസ്റ്റ് വെക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന ഉടനെ തന്നെ എനിക്ക് ഒട്ടും ക്ഷമയില്ലാഞ്ഞിട്ട് ഞാൻ റംബുട്ടാൻ കട്ട് ചെയ്ത് കഴിക്കുമായിരുന്നു കേട്ടോ. ഒരുപാട് നാളായി കഴിച്ചിട്ട്, അതുകൊണ്ട് തന്നെ അത് കഴിച്ചപ്പോൾ നിർവൃതി അടഞ്ഞു അങ്ങനെയല്ലേ പറയുന്നത്. പിന്നെ നമ്മൾ സമൂസ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രോസൺ സമൂസയാണ് കേട്ടോ. എങ്ങനെ ഉണ്ടെന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ്. വലിയ കുഴപ്പമില്ലായിരുന്നു, എന്നാലും നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള സമൂസ കഴിക്കുന്ന ആ ഒരു രുചിയില്ല കേട്ടോ. പിന്നെ ഇഷുവിന് ഫുഡൊക്കെ കൊടുത്ത് സെറ്റാക്കി അവളെ ഉറക്കി. എനിക്കാണെങ്കിൽ ഭയങ്കര ക്ഷീണമായിരുന്നു. എനിക്കും കൂടെ ഒന്ന് കിടന്നാൽ മതി എന്നായിരുന്നു. പുറത്ത് അത്രയും ചൂടായതുകൊണ്ടായിരിക്കും ഭയങ്കര ക്ഷീണം തോന്നി. പിന്നെ ഞാനും പോയി കിടന്നൊന്ന് ജസ്റ്റ് മയങ്ങി എണീറ്റു. ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നന്നായിട്ട് ഇരുട്ടി വരുന്നുണ്ടായിരുന്നു. ഇവിടെ ഇപ്പം നല്ല ഇടിയും മഴയും വരാൻ പോവാണ്. അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. എൻ്റെ കറിവേപ്പില പോകുമെന്ന് എനിക്ക് പേടിയുണ്ട്. പിടിച്ച് കെട്ടി വെച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും നല്ല കാറ്റാണ്. എനിക്ക് പൊതുവേ ഇടിമിന്നലും പേടിയാണ്. ഇവിടുത്തെ ഇടിമിന്നലും ഭയങ്കര പേടിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സിറ്റി അറിയപ്പെടുന്നത് തന്നെ ലൈറ്റ്നിങ് സിറ്റിന്നാണ്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം, അത്രയ്ക്കും വലിയ മിന്നലാണ് ഇവിടെ വരാറുള്ളത്. എനിക്ക് മിന്നൽ ഒട്ടും കാണാൻ പറ്റില്ല. എനിക്ക് എന്താണെന്ന് അറിയില്ല. ഇടിയുടെ സൗണ്ടും എനിക്ക് പ്രശ്നമാണ്, പക്ഷേ ഇടിയുടെ സൗണ്ട് ഇറ്റ്സ് ഫൈൻ. പക്ഷെ മിന്നലാണ് എനിക്ക് ഏറ്റവും കാണുമ്പോൾ എനിക്ക് എന്തോ പോലെ. അപ്പം ഞാൻ എന്താ വെച്ചാൽ എല്ലാം ക്ലോസ് ചെയ്യും. കേർട്ടൻ എല്ലാം ഇട്ട് ഫുൾ ഒരു മിന്നലിൻ്റെ ഒരു വെട്ടം പോലും വരായിരിക്കും. ബ്ലൈൻഡ്സ് എല്ലാം ഇട്ട് കേർട്ടൻ എല്ലാം ഇട്ട് നമ്മുടെ അകത്ത് ലൈറ്റും ഞാൻ ഓൺ ചെയ്യും. ലൈറ്റ് ഓൺ ചെയ്യുമ്പോഴത്തേക്കിനും അത്രയും ആ ഒരു തീവ്രതയിൽ കാണത്തില്ലല്ലോ. അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ ഭയങ്കര ഇടി ഇതുവാണെങ്കിൽ ഞാൻ ക്ലോസറ്റിനകത്ത് കയറിയിരിക്കും. അതായത് നമ്മുടെ ഡ്രസ്സൊക്കെ വെക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അതിൽ കയറിയിരിക്കും. അതിൽ കയറിയിരിക്കുക വെച്ചാൽ ഫുള്ളി ക്ലോസ്ഡാണ്. അപ്പം നമുക്ക് അത്ര സൗണ്ടോ ഒന്നും അറിയത്തില്ല. ഇല്ലെങ്കിൽ ഞാൻ ബാത്റൂമിൽ കയറും. ഈ 2 സ്ഥലങ്ങളാണ്. പക്ഷെ ബാത്റൂമിൽ അധികം നേരം നമുക്ക് നിൽക്കേണ്ടി വരത്തില്ല, ഇരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതാകുമ്പോൾ കാപ്പറ്റായിട്ട് ഫ്ലോറിൽ ഇരിക്കാം. അങ്ങനെ ഞാൻ ക്ലോസറ്റ് റൂമിൽ കയറിയാണ് ഇരിക്കാറുള്ളത്. അവളിന്ന് ഭയങ്കര ഇറിറ്റേറ്റഡാണ്. അവൾക്ക് പല്ല് വരുന്നുണ്ട്. എനിക്കിങ്ങനെ കൈ വെക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യാം, പക്ഷെ ഫുള്ളി പുറത്തോട്ട് ഇങ്ങനെ ഭയങ്കര കാണുക വന്നിട്ടില്ല. അതിൻ്റെ ഇറിറ്റേഷൻസാണ്. ഫുൾ ടൈം ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കണം. 2 ദിവസമായിട്ട് അങ്ങനെയാണ്. ആക്ച്വലി വ്ളോഗ് എനിക്ക് അത്ര എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ കാര്യമായിട്ടൊന്നും എടുക്കാൻ പറ്റില്ല. അവൾ നല്ല ഇറിറ്റേറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്ന രീതിയിലൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.